പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പുറത്തോട്ട് പോകേണ്ട കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പോകുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ രണ്ടും സ്കൂളിൽ പോയേക്കുവാണ്. അവർ വരുന്ന ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചും കൂടി വരണം. അപ്പം നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു 12:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയമൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ പോയത് ബസ്സിലായിരുന്നു കേട്ടോ. ഇത് നമ്മൾ പെരുന്നാളിന് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്, നോമ്പ് സമയത്ത് എടുത്ത ഒരു വീഡിയോ ആണേ. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ റിച്ചൂട്ടൻ മാത്രമേ നമ്മുടെ കൂടെയുള്ളൂ. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ബസ് പോയിട്ട് തിരിച്ച് ഓട്ടോ വിളിച്ച് വരാം എന്നുള്ള രീതിയിലാണ് കേട്ടോ പോകുന്നത്. നമുക്ക് കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിച്ചൂട്ടൻ എന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ബസ്സിൽ കയറിയപ്പം അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബസ്സിൽ പോകുന്നത്. അങ്ങനെ ആദ്യം തന്നെ നമുക്ക് റിച്ചൂട്ടൻ ഒരു ചെരുപ്പ് വാങ്ങണം. പിന്നെ കൂടെ തന്നെ എനിക്കും കൂടി ഒരു ചെരുപ്പ് വാങ്ങണം. അങ്ങനെ നമ്മൾ ഒരു ഫുട്വെയർ ഷോപ്പിലേക്ക് വന്നു. നമ്മൾ റിച്ചൂട്ടന് അധികം ഒന്നും തപ്പണ്ട വന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് അവനൊരു ചെരുപ്പ് സെറ്റായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ചെരുപ്പ് നോക്കിയപ്പം അവന് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു മാച്ചായിട്ട് തോന്നിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു നീല ഷൂ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അവന് ഇവിടെ വന്ന സമയം തന്നെ ഒരു ക്രോക്സ് ടൈപ്പ് ഒരു ചെരുപ്പ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ആ ചെരുപ്പ് അവൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അവന് അതാന്ന് തോന്നുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിങ്ങനെ നോക്കി നോക്കി നിൽക്കുകയായിരുന്നു അവൻ. ഇട്ടിട്ട് ഒന്ന് നടക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുകയാണേ. അങ്ങനെ ഒരു 2 സ്റ്റെപ്പൊക്കെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു കീക്കി സൗണ്ടൊക്കെ അടിക്കുമ്പം ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. അപ്പം ഒരു വേദന വരുന്ന പോലെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. പതുക്കെ പതുക്കെ ശരിയായിക്കോളും. അവന് വലിയ പാടാണ് ചെരുപ്പ് കാലിടാനായിട്ട്. അങ്ങനെ നമ്മൾ റിച്ചൂട്ടൻ ചെരുപ്പൊക്കെ സെറ്റാക്കി. പിന്നെ എനിക്കൊരു ചെരുപ്പ് നോക്കാണ് കേട്ടോ. ഞാനൊരു ഷൂ മോഡൽ അങ്ങനെയുള്ള ആ ടൈപ്പ് ചെരുപ്പാണ് നോക്കുന്നത്. അങ്ങനെ എനിക്ക് പിന്നെ വേഗം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കുട്ടീസ് രണ്ടും സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വീട്ടിൽ വരണം എന്നുള്ളത്. അങ്ങനെ ഈ ഒരു ചെരുപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ബില്ലൊക്കെ കൊടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങാണ് കേട്ടോ ഉണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് മോക്ക് ഒരു പലാസോ ടൈപ്പ് പാൻറ്റ് വാങ്ങണമായിരുന്നു. അങ്ങനെ നമ്മൾ പാൻറ്റ് വാങ്ങാനായിട്ട് വന്നു. പിന്നെ നമ്മൾ കുറച്ച് ടവലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് രണ്ടും എടുത്തിട്ട് പിന്നെ അവിടെയും നമ്മൾ ബില്ലൊക്കെ അടച്ചിട്ട് നേരെ പിന്നെ നമുക്ക് പച്ചക്കറി വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പച്ചക്കറി വാങ്ങാനായിട്ട് വന്നു. നമ്മൾ അധികം ഒന്നും വാങ്ങുന്നില്ല. നമ്മൾ കുറച്ച് തോരൻ വെക്കുന്ന ഐറ്റംസും അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസ് മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്തു. പിന്നെ തക്കാളി, പച്ചമുളക്, അങ്ങനെ കുറച്ച് കുട്ടി കുട്ടി ഐറ്റംസ് അത് മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നേ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെയും പൈസ ഒക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ സോപ്പ് പൊടിയായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചൂട്ടന് പാമ്പേഴ്സ്, ബ്രഷ്, പിന്നെ നമ്മൾ ഓയിൽ, അങ്ങനെയുള്ള അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതെല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ റിച്ചൂട്ടൻ നല്ല ഉറക്കമായിരുന്നേ. അപ്പം മാമിയുടെ കയ്യിലിരുന്നിട്ട് അവനങ്ങ് ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് വലിയൊരു അലമ്പില്ലാതെ നമുക്ക് സാധനങ്ങൾ എടുക്കാനായിട്ട് പറ്റി. അല്ലെന്നുണ്ടെങ്കിൽ അവൻ പിന്നെ ഓടി നടക്കുന്നതിന് കേട്ടോ. ഇപ്പം നല്ല രീതിയിൽ നടന്നു തുടങ്ങിയതുകൊണ്ട് അവൻ എവിടെ ചെന്നാലും തറയിൽ ഇറങ്ങണം എന്നുള്ള ആ ഒരു ചിന്തയാണ്. അങ്ങനെ അവൻ നല്ല ഉറക്കമായതുകൊണ്ട് നമുക്ക് വേഗം വേഗം സാധനങ്ങളൊക്കെ അങ്ങ് എടുക്കാനായിട്ട് പറ്റി. അങ്ങനെ ഞാൻ ഓരോന്നിങ്ങനെ എടുക്കുകയാണ്. പിന്നെ മല്ലി, ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുട്ടുപൊടി, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ അങ്ങനെ അതെല്ലാം എടുത്തു. പിന്നെ നമ്മൾ മെയിൻ ഇടിയപ്പത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സോഡാപ്പൊടി, അതുപോലെ തന്നെ പിന്നെ നമ്മൾ ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയുള്ള കുട്ടി കുട്ടി ഐറ്റംസ് എല്ലാം എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് നേരെ ബില്ല് അടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ സോപ്പും കൂടി എടുത്തിട്ട് പിന്നെ നേരെ നമ്മൾ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ബില്ലൊക്കെ അടിച്ചു. എന്നിട്ട് നമ്മൾ പിന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ടായിരുന്നു കേട്ടോ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക.